ഡേവിഡ് ഉണ്ടോ? ഓ അകത്തുണ്ട്. വർഗീസ് ഇവിടുന്നില്ലേ? ഈശോയെ, ഇതാര്? ഇരുന്നാട്ടെ സാറേ. എന്റെ മോൻ അറുങ്കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ് എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു. അവരുടെ ഒന്നും മുന്നിൽ ഒരു നിമിഷം പോലും പതറാതെ നിന്നവനാ ഞാൻ. ഉള്ളിലെ കരച്ചില് 2 തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാ. അത് നിന്നോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാ, എനിക്ക് ആ വാത്സല്യം ഉള്ളതുകൊണ്ടാ. പിഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലെ ഒരുത്തനെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ. എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു ഡേവിഡേ. ഒരു കാപ്പിയെ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു വിട്ടെ, പഞ്ചസാര വേണ്ട. സൽക്കാരത്തിനുള്ള സമയമല്ല ഡേവിഡേ. എന്റെ മോനെ കൊന്ന പെൺകുച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്നറിയണം. അതിനാ ഞാൻ വന്നേ. സാറേ, വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്കിതിന് പറയാനുള്ളൂ. സാറിന്റെ മോൻ ബെന്നിയെ കൊന്നത് ആ കൊച്ചല്ല. അത് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയല്ല കുഞ്ഞ്. നിന്റെ അപ്പന്റെ സുഹൃത്ത് ഈപ്പച്ചന്റെ മോളാണ് ആ പെണ്ണ്. അതാണ് നിന്റെ ന്യായമെങ്കിൽ ഈപ്പച്ചൻ എന്റെ അളിയനായിരുന്നു. ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്തൊരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡ് ഈ ചെയ്ത് തന്നെയൊക്കെ ചെയ്യും. ഈ അളിയന്റെ മോളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ്? കണ്ടാൽ തന്നെ അറിയോ? അതിനെ അന്വേഷിച്ചിട്ടുണ്ടോ? അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു? ആ കാപ്പി അങ്ങോട്ട് വിടുവച്ചേ. നീ അവിടെ സാറേ, ദേ നോക്കേ, ഏതാണ്ട് ഇതേ പ്രായമുള്ളൊരു കൊച്ച്. ഇത് തന്നെയാണെന്ന് വേ. കൂടപ്പിറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി, അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ. മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴുപ്പിച്ച് ചുരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങ് പോയി. ആ കൊച്ച് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചത്തു. ഈ ഒരുത്തനെന്ന് പറയുന്നതേ പോൾ സാറിന്റെ പുന്നാരമോൻ ബെന്നിച്ചനാ. അവനെ അങ്ങ് തീർത്തേക്കാവെന്ന് വെച്ചൊരു കൊച്ചു പിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു. അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയം നസ്രാണി പെണ്ണ. അവൾ ആ ഗുണം കാണിക്കും, അത് ചോരയുടെ. പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് തന്നെ മറ്റാരോ ചെയ്തായിരുന്നു. അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ, അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബന്ധപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെയും മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിന് അറിയണം. അത് നിന്റെ ജോലിയല്ല. നിരപരാധിയാണ് ആ കുട്ടിയെങ്കിൽ അതിന്റെ കൂടെ ദൈവം കാണും. ദൈവം കാണും. ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ചില ആളുകളെ ചുമതല ഏൽപ്പിക്കും. ഈ കേസിൽ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഓഫീസറാ ഞാൻ. അധികം നാൾ നീളുകയല്ല, നിനക്ക് കഴിയല്ല അതിനെ മറയത്ത് നിർത്താൻ. ആര് പറഞ്ഞു സാറേ മറയത്താന്ന്? അതിന് ഞാൻ നല്ല വെട്ടത്തല്ലയോ നിർത്തിയിരിക്കുന്നേ. പിന്നെ ശരിയാ, ഒരു ദിവസം ഞാൻ ഹാജരാക്കും. നീതിയും ന്യായവും നടക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും. എടാ ചെറുക്ക, ഈ അവിവേകം കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് MC പോൾ എന്നാവുന്നത് നിനക്ക് ദോഷം ചെയ്യും. അതൊരു ബഹുമതിയാ, എനിക്കല്ല. മലങ്കര കോൺഗ്രസിന്റെ മാർപ്പാപ്പ MC പോളിന് അഹങ്കാരത്തോടെ പറയാം, എനിക്കൊരു ശത്രുവുണ്ട്, ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന്. എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നത്. ചില കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ. മോനെ കുത്തിമലത്താൻ പോയവിടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ? ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത്. ആ മഹത് സ്വപ്നം 4 നൂറ്റാണ്ട് കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണ സ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാട അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് അവർകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സോഡയാ സാറേ? രാജഗോപാൽ സാറേ, ക്ലബിലേക്കുള്ള സോഡയാ. ജോണി സർ. സർ ചേട്ടാ, അടുക്കളയിൽ ആരുമില്ലല്ലോ. എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയിക്കുവാ, എളുപ്പാവട്ടെ.
വേഗം ഇറങ്ങി വാ വാ. ഇനി വാ ചെല്ല്. ഇതിലെ പോ. നീ എന്നാടാ ഇവിടുത്തെ സോഡ സപ്ലൈ തുടങ്ങിയത്? എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ? വാടിയുടെ അണ്ണാ അവളെ അങ്ങ് വിട്ടേക്ക്. ഉവ്വ വിട്ടു. 2 തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫുള്ളായതാ. 2 താൻ എനിക്കിട്ട് വെച്ചു. ഇനിയും ഞാൻ ഇവിടെ വിടണം അല്ലാടോ? പറയുന്ന കേക്ക്. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഡേവിഡ്, തന്നെയും കൂടി ഞാൻ പൊക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നോണ്ടാ. വട്ടമ്മക്കല്ലേ എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും. അതിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ചനാവൂ. സുഖു, സ്റ്റോർ റൂമിന്റെ വാല ഉറക്കണം. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെ ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MN മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈയിടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ വിരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതി എന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും. ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്.